നമ്മുടെ EV യാത്ര ആരംഭിച്ചത് ഫുഡിൽ നിന്നാണ്. കുറച്ച് ലോഡഡ് ഫ്രൈസുമായിട്ട് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് കുറച്ച് ചോക്ലേറ്റ്സ്, നൈറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. സോ നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയണ്ടേ? യെസ്, ട്രിവാൻഡ്രം ടു കൊച്ചി, അതും ടാറ്റ ടിയാഗോ EVയിലാണ്. വൈകിട്ട് ഒരു 3 മണിക്കൊക്കെയാണ് നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൈറ്റ് അത്യാവശ്യം മഴയുണ്ടായിരുന്നു. പിന്നെ ഒരൊറ്റ പ്രാവശ്യമേ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ആയിരുന്നു. പിന്നെ ഞങ്ങളിത് ഈ കടയുടെ അടുത്തായിട്ട് ഞങ്ങൾക്കൊരു ചാർജിങ് സ്റ്റേഷൻ കിട്ടി. അവിടെ തന്നെ നമുക്ക് നല്ല തട്ടുദോശ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ചാർജിനിട്ടു, ഫുഡ് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തു. നൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ കൊച്ചി വരെ എത്തി. കൊച്ചിയിൽ നിന്ന് പിന്നെ റൂം ഹണ്ടിയിലും എല്ലാം ആ ഒരു ചാർജിങ്ങിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു തണുപ്പും ഇടയ്ക്കിടയ്ക്ക് ചായയോടെയും. പിന്നെ അന്ന് നൈറ്റ് ഞങ്ങളൊരു സ്റ്റേ ഒക്കെ എടുത്തു. പിറ്റേ ദിവസം മോർണിംഗ് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. നോർമലി വീക്കെൻഡ്സ് വർക്കില്ല, പക്ഷേ ചില പ്രോജക്റ്റിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി വെച്ചായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് എവിടെ പോകും എന്നുള്ളൊരു ക്വസ്റ്റ്യനായി. രാവിലെ ആയതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു. മറൈൻ ഡ്രൈവോ അങ്ങനെ ഒന്നും ഓപ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ മൂവി ചൂസ് ചെയ്തു. ഞാൻ ഏത് മൂവിയാണ് കണ്ടത്? എമ്പുരാനായിരുന്നു. അങ്ങനെ മൂവിയും കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളൊരു ഈവനിങ് മറൈൻ ഡ്രൈവ് പോയി. പിന്നെ അവിടെ കുറച്ച് വോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. മറൈൻ ഡ്രൈവിൽ നമ്മൾ നേരെ പോകാൻ തീരുമാനിച്ചത് ജൂ ടൗണിലേക്കാണ്. പക്ഷേ മാറിപ്പോയി. ഞങ്ങൾ നേരെ കയറിയത് ജൂ സ്ട്രീറ്റിലായിരുന്നു, നേരെ ഓപ്പോസിറ്റ് ഉള്ളത്. പിന്നെ ഞങ്ങൾ ഒന്നുകൂടി സെർച്ചൊക്കെ ചെയ്ത് ഈ ലണ്ടൻ ബ്രിഡ്ജിലൊക്കെ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് നൈറ്റ് അത്യാവശ്യം അടിപൊളിയായിരുന്നു ഡ്രൈവ് ചെയ്യാൻ. കാരണം ഇച്ചിരി തണുപ്പും. ആൻഡ് മീൻവെൽ നമ്മൾ ചാർജ് ചെയ്തത് മോർണിംഗിൽ ഫിലിം കാണുന്ന ടൈമിലായിരുന്നു. അപ്പം അതും ഞങ്ങൾ ടൈം അറിയില്ല. ഞങ്ങൾ അകത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ചാർജിങ്ങും പ്രോപ്പറായി നടന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ നേരെ അവിടെ നേരെ പിന്നെ ജൂ ടൗണിലേക്ക് പോയി. ഒരു 2 years ബാക്കാണ് ലാസ്റ്റ് ഞാൻ കൊച്ചിയിൽ പോകുന്നതെന്ന് തോന്നുന്നു. പിന്നെ രാത്രി നല്ല രസമുണ്ടായിരുന്നു അവിടെ നടക്കാൻ. ദെൻ അഗെയിൻ കുറേ ഡ്രൈവ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകണോ വേണ്ടെന്നൊക്കെ കുറേ ആലോചിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ലുലുവിൽ പോകാമെന്ന്. സോ ഈ ടൈമൊക്കെ വണ്ടിക്ക് നല്ല റേഞ്ച് ഉണ്ടായിരുന്നു. ആ എൻറ്റയർ ഡേ മോളിൽ ഒരു ചാർജിൽ തന്നെ നിന്നു. ദെൻ ഞങ്ങൾ ലുലുവിൽ കയറിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇവിടുത്തെ നമ്മുടെ ലുലു പോലെ തന്നെയാണല്ലോ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ട് വീണ്ടും ഇറങ്ങി. പിന്നെ അവിടെ ശരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം, ലുലുവിൽ പാർക്കിങ്ങിൽ നിന്ന് വരാൻ ഭയങ്കര ടൈം എടുത്തു. ദെൻ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഊത്തപ്പവും പൂഴിയും. ഇനി ഒരിക്കലും ഊത്തപ്പമില്ല. ദെൻ ഞങ്ങൾ വന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഫോറോ മോളിലും കൂടി കയറി. പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഫോറോ മോളിൽ വെച്ച് ഞങ്ങൾക്കൊരു പണി കിട്ടി. അവിടെ EV ചാർജിങ് സ്റ്റേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ചാർജ് ചെയ്തിട്ട് ഇറങ്ങാനുള്ള പ്ലാൻ ഡ്രോപ്പായി. പിന്നെ സിറ്റി കിടന്ന് കറങ്ങിയപ്പോഴേക്കും ഒരു 50 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ റേഞ്ച്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ചാർജിനിട്ടു. ദെൻ നമ്മൾ ജഡായിപ്പാറ അവിടെ ആ ഒരു ഏരിയയിലായിരുന്നു ചാർജ് ഇട്ടിരുന്നത്. സോ തിരിച്ച് വരാനും 2 ടൈമാണ് ചാർജ് ചെയ്യേണ്ടി വന്നത്. പോകാൻ ജസ്റ്റ് ഒരു ടൈം മതിയായിരുന്നു. സോ ഓവറോൾ അത്യാവശ്യം നല്ലൊരു ജേർണി ആയിരുന്നു. EV എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല.